സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലി. കെ റൈസ് ഉൾപ്പെടെ 13 സബ്സിഡി സാധനങ്ങളും സപ്ലൈകോയിലില്ല. ആദ്യഘട്ടത്തിൽ 56 ഔട്ട്ലെറ്റുകളിലൂടെ കെ റൈസ് വിതരണം ചെയ്യാനായിരുന്നു സർക്കാർ തീരുമാനം. പ്രിന്റ് ചെയ്ത സഞ്ചി എത്താത്തതിനാൽ കെ റൈസ് വിതരണം നിലച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ റൈസിന്റെ വിതരണ ഉദ്ഘാടനം അല്പസമയത്തിന് മുൻപാണ് നിർവഹിച്ചത്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുകയാണ് തത്സമയത്തിലേക്ക്. ആ മാർക്കറ്റ് ഇടപെടൽ പോലും തടയാനാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ OMS സ്കീം അനുസരിച്ചുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധനകൾ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ഫെഡറൽ സമ്പ്രദായം അംഗീകരിച്ച രാജ്യത്തിന് തീർത്തും യോജ്യമല്ലാത്ത നടപടിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് തങ്ങൾ തോന്നിയത് ചെയ്യും എന്ന ഒരു മനോഭാവമുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായി ജിൻഡു, എന്തായാലും ഇപ്പോൾ ഈ കെ റൈസിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സപ്ലൈകോ ബ്രാൻഡിംഗ് ആയി മാറി എന്നുള്ളതാണ്. പക്ഷേ എവിടെ നിന്നാണ് ബ്രാൻഡിംഗ് ഒക്കെ ശരി തന്നെയാണ്, പക്ഷേ ഈ സപ്ലൈകോയിൽ സാധനങ്ങളൊന്നുമില്ല. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോയിലെ റാക്കുകളും കാലിയായിട്ട് കിടക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കല്ലുവെച്ച നുണകൾ മുഖ്യമന്ത്രി അഴിച്ചുവിടുന്നത്? അല്പസമയങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരി കെ റൈസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയത്. ഒരാഴ്ചകൾക്ക് മുമ്പാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത്. ശബരി കെ റൈസ് എന്ന പേരിൽ 29 രൂപ നിരക്കിൽ സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി അരി വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ രാവിലെ തന്നെ പുറത്തു വന്ന വാർത്തകളാണ്. സപ്ലൈകോയുടെ 56 ഔട്ട്ലെറ്റുകളിലും കെ റൈസ് എന്ന പേരിൽ അരി വന്നിട്ടില്ല. തിരുവനന്തപുരത്തെ എല്ലാ ഔട്ട്ലെറ്റുകളും കാലിയാണ്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് സപ്ലൈകോയിൽ നിന്നും സാധനം വാങ്ങി വീട്ടമ്മ നമ്മോട് പ്രതികരിച്ചത്. സപ്ലൈകോയിലകത്ത് ഒരു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള, അതായത് പയറ്, കടല ഉൾപ്പെടെയുള്ള ഒരു ഭക്ഷ്യസാധനങ്ങളും ഇല്ല. ഉള്ളതിനെല്ലാം കൊള്ള വിലയാണെന്ന് പോലും നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഈ ഉദ്ഘാടനം ചെയ്തിട്ട് ഇത്തരത്തിലൊരു പ്രതികരണം. എന്തായാലും കെ റൈസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞാലും ഇന്നോ നാളെയോ അരി വിതരണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. രാവിലെ തന്നെ വാർത്ത വന്നിരുന്നതാണ് ഈ ശബരി കെ റൈസ് എന്ന പേരിൽ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യുന്ന സഞ്ചികൾ ഇതുവരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ എത്തിയിട്ടില്ല. ഈ സഞ്ചികൾ വിതരണം ചെയ്യുന്നതിനായിട്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഭക്ഷ്യവകുപ്പ് സപ്ലൈകോ ഡയറക്ടറിന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ ഒരു സഞ്ചിക്ക് ഏതാണ്ട് 10 രൂപയാണ് പ്രിന്റിംഗ് ചാർജ് ഉൾപ്പെടെ വരുന്നത്. അത്തരത്തിൽ 500 സഞ്ചികൾ പ്രിന്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വലിയ സാധ്യത ഏൽക്കാൻ സപ്ലൈകോ തയ്യാറായി. തുടർന്ന് പുറത്ത് കരാർ നൽകേണ്ടി വന്നു. പുറത്ത് കരാർ കൊടുത്ത സമയത്തും കരാറുകാർ എത്തിയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് സഞ്ചി എന്നൊരു കടമ്പളയിൽ സഞ്ചി ഇതിലെത്താനായിട്ട് തുടർന്ന് ആ കാരണം ഉന്നയിച്ചുകൊണ്ടാണ് സപ്ലൈകോ വിതരണം വൈകുമെന്നൊരു കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു പുറമെയാണ് ഈ 56 ഔട്ട്ലെറ്റുകളിലും അരി എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം, പാലക്കാട്, കണ്ണൂർ ജില്ലകൾ, ഈ ജില്ലകളിലായിരിക്കും പ്രാഥമികഘട്ടത്തിൽ ഔട്ട്ലെറ്റുകൾ അരി വിതരണം ചെയ്യുക എന്നറിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഔട്ട്ലെറ്റുകളിൽ പോലും അരി വന്നിട്ടില്ല. കുറുവ, മട്ട, ജയ തുടങ്ങിയ അരികളാണ് വിതരണം ചെയ്യുന്നത്. ജയ അരി 29 രൂപ നിരക്കിലും മട്ട, കുറുവ അരി 30 രൂപ നിരക്കിലുമായിരിക്കും വിതരണം ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ അരികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ സപ്ലൈകോ വഴി 10 കിലോ അരി 29 രൂപ നിരക്ക് സബ്സിഡി കൊടുത്തിരുന്ന അരിയാണ് ഇപ്പോൾ കെ റൈസ് എന്ന പേരിൽ 5 കിലോ ആയി ചുരുക്കിക്കൊണ്ട് 29 രൂപ നിരക്കിൽ ബ്രാൻഡിംഗ് ആയിട്ട് നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ഭാരത് റൈസ് എന്ന പേരിൽ സംസ്ഥാനത്ത് ഭാരത് അരി വിതരണം ചെയ്തത്. വ്യാപകമായിട്ട് ഈ അരി ജനങ്ങൾ സ്വീകാര്യതയോടെ ഏറ്റെടുത്തതാണ്. അതിനുശേഷം അതായത് ഭാരത സർക്കാർ ഇത്തരത്തിലുള്ള അരി വിതരണം ചെയ്തതിനു ശേഷമാണ് കെ റൈസ് എന്ന
എന്ന പേരിൽ അരി വിതരണം നടത്തണമെന്ന താല്പര്യത്തിലേക്ക് അത് തന്നെയാണ് ടിൻഡു. കാരണം ഈ പഴയ അരി പുതിയ നിരക്കിൽ കൊടുക്കുന്നു എന്നല്ലാതെ ഈ കെയർ റൈസിന് വലിയ മാറ്റമൊന്നുമില്ല. ഒന്നത് 5 വർഷത്തിന് മുൻപെയാണ് ഇത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഒന്നും പൊടിതട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഭാരത് അരി വന്നതോടുകൂടി അതിന് ബദലായിട്ട് ഇങ്ങനെ ഒരു അരി ഇറക്കുന്നു. ആ അരി പോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഒപ്പം 13 സബ്സിഡി സാധനങ്ങൾ എവിടെ എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. ഈ സപ്ലൈകോയെ ആശ്രയിക്കുന്നത് തന്നെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവരെയാണ് ഇത്തരത്തിൽ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പിണറായി സർക്കാർ. തീർച്ചയായും ഇപ്പൊ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സംസ്ഥാനത്ത് ഏതാണ്ട് 43% മുൻഗണനാ വിഭാഗങ്ങളാണ്. ഈ മുൻഗണനാ വിഭാഗങ്ങളാണ് ജില്ല അല്ലെങ്കിൽ ആനുകൂല്യ അല്ലെങ്കിൽ ഭക്ഷ്യ വിതരണങ്ങൾ നടത്തിയത്. അത്തരത്തിൽ ഭക്ഷ്യ നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ അരി കൊടുക്കുക അല്ലെങ്കിൽ അതേപോലെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ തുടക്കത്തിൽ ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. നേരത്തെ ഇതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ 5 വർഷങ്ങൾക്ക് മുമ്പാണ് കെയർ റൈസിന്റെ ഒരു പ്രഖ്യാപനം. പക്ഷേ ഈ ഇത്തരത്തിൽ ഭക്ഷ്യസാധനങ്ങൾ സൗജന്യമായി കൊടുക്കാൻ ഭാരത സർക്കാർ മുന്നിട്ടിറങ്ങിയതിനു ശേഷം അതിൽ നിന്നും ഊർജം കൊണ്ടാണ് ഇത്തരത്തിലൊരു ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. പക്ഷേ പ്രഖ്യാപനങ്ങളെല്ലാം പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങുന്ന രീതിയാണ് കാണാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഏതാണ്ട് 5 പാക്കറ്റ് അരി മാത്രമാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന വേദിയിലുള്ളത്. ഈ 5 പാക്കറ്റ് അരിയാണ് വിതരണം ചെയ്യുന്നത്. നേരത്തെ ഭക്ഷ്യമന്ത്രി നമ്മളോട് പറയുന്നത് നാളെ മുതൽ അരി വിതരണം ചെയ്തു തുടങ്ങുമെന്ന്. ഈ കിറ്റ് അല്ലെങ്കിൽ ഈ കഞ്ചി എന്നൊക്കെ പറയുന്നത് ഒരു ബ്രാൻഡിങ്ങിന്റെ ഭാഗമാണ്. അതിന്റെ പേരിലൊന്നും അരി മുടങ്ങില്ല എന്നാണ്. പക്ഷെ നമ്മൾ നേരിട്ട് പോയി സപ്ലൈകോ വഴികളൊക്കെ പോയി നേരിട്ട് കണ്ട് ഈ കാര്യത്തിൽ മനസ്സിലാക്കിയതാണ്. ഒരു സാധനങ്ങൾ പോലും ആനുകൂല്യമായ രീതിയിൽ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗജന്യം അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ പോലും ജനങ്ങൾക്ക് ആനുകൂല്യപൂർവ്വം വാങ്ങാൻ സാധിക്കുന്നില്ല. ഒരു സാധനങ്ങൾ പോലും സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്നില്ല. സപ്ലൈകോയിലേക്ക് വരുന്ന ആളുകളെല്ലാം വേറും കൈയോടുകൂടി തിരിച്ചിറങ്ങി പോകുന്ന കാഴ്ച. അപ്പോൾ എന്തായാലും ഒക്കെ ഇത്തരമൊരു അരക്ഷിതാവസ്ഥ, ഭക്ഷ്യമേഖലയിലെ ഒരു അരക്ഷിതാവസ്ഥ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം എത്തിയിട്ടുള്ളത്. എന്തായാലും അരിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു. ശരി, എന്തായാലും സംസ്ഥാനത്തെ ജനങ്ങളെ കൊടും പട്ടിണിക്കിടുക തന്നെയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. കെയർ റൈസും മലയാളികളുടെ അടുപ്പുകളിൽ കലങ്ങളിൽ വേവില്ല. ഒപ്പം 13 സബ്സിഡി സാധനങ്ങളോ അരികളോ ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് സപ്ലൈകോയിൽ കാണാൻ കഴിയുന്നത്. ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.